ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പം ഞങ്ങളുടെ യാത്ര എത്തി നിൽക്കുന്നത് തൂമാനം വാട്ടർഫോളിലേക്കാണ്. അപ്പം ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് തൃശ്ശൂരിലേക്ക് പോയതാണ്. അപ്പോൾ ആ വൺ ഡേ പോയ ഡേയിലെ അവസാനത്തെ 2 സ്പോട്ടും കൂടിയാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് തൂമാനം വാട്ടർഫോളിലേക്കാണ്. അപ്പോൾ താഴെ നമ്മൾ മേളിലോട്ട് വന്ന് വണ്ടി നിർത്തിയിട്ടിട്ട് താഴേക്ക് പോകണം. അപ്പോൾ നല്ലൊരു അടിപൊളി കിടിലൻ സ്പോട്ടാണ്. നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ല നല്ല ആംബിയൻസ് ഉള്ള ഒരു സൂപ്പർ അന്തരീക്ഷമാണ് കേട്ടോ. അവിടെ നിന്നുള്ള നമ്മൾ ദൂരെ നിന്നുള്ള കാണുന്ന വ്യൂ ഇങ്ങനെയാണ്. പാറകൾക്കെല്ലാം നടുവിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയം ഇച്ചിരി മഴയുള്ള ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു. കാണാനും നല്ല പ്രത്യേക ഭംഗിയായിരുന്നു. ചെന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ആ നാട്ടിലെ കുറച്ച് പേര് മാത്രമായിട്ട് വന്ന് കൊച്ചു പിള്ളേർ 3-4 പിള്ളേരുണ്ടായിരുന്നു. അവർ വന്ന് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ അവിടെ ഒട്ടും ആഴമില്ല. താഴെ മണൽത്തരികളാണ്. അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും കൊച്ചു പിള്ളേർക്കായാലും വന്നാലും കുളിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റും. പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും ഒക്കെ ഇവിടെ കുളിക്കാൻ നല്ല സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് ഇറങ്ങി കുളിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട് മുകളിലൊരു വീട്ടിൽ അവർ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനോട് ചേർന്നവർക്ക് കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആയാലും നമുക്ക് പോയി ഡ്രസ്സ് മാറാനായിട്ട് പറ്റിയ സൗകര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചൻ്റെ നിന്ന് കടലയൊക്കെ മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത്. അപ്പോൾ ചേട്ടാ എന്തായാലും വന്നതല്ലേ കുളിച്ചേക്കാന്നോർത്ത് ആളിറങ്ങി കുളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്കെന്തോ കണ്ടപ്പോൾ എനിക്ക് ഇറങ്ങാൻ തോന്നിയില്ല. ഞാൻ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ എനിക്കെന്തോ ഇറങ്ങാൻ താല്പര്യം തോന്നിയില്ല. കുറച്ച് യാത്രയൊക്കെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് മടിയായിപ്പോയി. അതുകൊണ്ടായിരിക്കാം ഞാനവിടെ നിന്ന് ഇങ്ങനെ ചേട്ടാ ഇറങ്ങുന്നതും കണ്ട് ആ പിള്ളേർ വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ കണ്ട് ഞാനവിടെ ഇങ്ങനെ നിന്ന് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. കുറച്ച് നേരം നമുക്കവിടെ ഇരിക്കാനൊക്കെ ഒരു ചെറിയ ഇങ്ങനെ തടി കൊണ്ടുള്ള ഇരിപ്പിടമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നനഞ്ഞു കിടന്നുകൊണ്ട് എനിക്ക് അതിൽ ഇരിക്കാനായിട്ട് പറ്റിയില്ല. ചേട്ടാ കുറേ നാൾ കൂടിയാണ് കേട്ടോ ഇങ്ങനെയുള്ള ഒരു ഇതിലൊക്കെ ഇറങ്ങുന്നത്. ആൾക്ക് ഇറങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡ്രസ്സ് എടുക്കാറില്ല, അല്ലെങ്കിൽ പിന്നെ ആൾക്ക് മടിയായിരിക്കും. ഇത് നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് നേരത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തത് കൊണ്ട് ഇറങ്ങിയേക്കാം എന്നുള്ള ധാരണയിൽ ആൾ ഇറങ്ങി. ആണോ? എങ്ങനെയുണ്ട് വെളിയിൽ നിന്നുള്ള വ്യൂ? മുകളിലേക്ക് നോക്കുന്ന വ്യൂ നല്ലതാണ്. ആണോ? ഞങ്ങളിത് ഇവിടുന്ന് ഈ പോവാണ്. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടായി മാത്രമേ കുളിക്കുള്ളൂ, ഞാൻ കുളിച്ചില്ല. എനിക്ക് ഇറങ്ങാൻ മടിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പക്ഷേ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ എനിക്കെന്തോ ഇറങ്ങാനൊരു മടി, എന്താണെന്നറിയില്ല. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് വന്നപ്പോൾ കിട്ടിയൊരു അടിപൊളി വ്യൂ ആണ്. നല്ല രീതിയിൽ കോട കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേളിൽ നോക്കുമ്പോൾ അടിപൊളി ഭംഗിയായിട്ട് തോന്നി. അപ്പം നമുക്ക് ഈ പാറയുടെ മണ്ടയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നും കേട്ടോ. കാരണം തെന്നി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒന്നുകൂടെ പേടി തോന്നുന്നത്. പക്ഷെ കോട വന്ന് മൂടിയപ്പം പ്രകൃതിയുടെ ഭംഗി ഒന്നുകൂടെ കൂടിയ പോലെയാണ് എനിക്ക് ഫീൽ ആയത്. അപ്പം ഞങ്ങൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളൊരു ഡാം കാണാനായിട്ടാണ് പോകുന്നത്. വാഴാനി ഡാമാണ് ഞങ്ങൾ കാണാനായിട്ട് പോകുന്നത്. തൃശ്ശൂർ ജില്ലയിലാണ്, വടക്കഞ്ചേരിക്ക് സമീപം തെക്കുംകര പഞ്ചായത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഒരു ആംബിയൻസ് ഉള്ള സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ ചെല്ലാൻ പോകുന്നത്. ഈ ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായും മണ്ണുകൊണ്ടാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അപൂർവം അണക്കെട്ടുകളിൽ ഒന്നാണ് വാഴാലി ഡാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊന്ന് പോയി കാണാനായിട്ട് തോന്നിയത് തന്നെ. മണ്ണുകൊണ്ട് നിർമ്മിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വെള്ളം, അതായത് ജലം ഉപയോഗിക്കുന്നത് കുടിവെള്ളത്തിനും നെൽകൃഷിക്കും ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ നിൽക്കുന്ന രീതിയിൽ നല്ല നല്ല അടിപൊളി ഒരു ആംബിയൻസ് പോലെ ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൽ കൂടെ നടക്കാനും കുറേ കാര്യങ്ങളൊക്കെ കണ്ട് നടക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഊഞ്ഞാലുണ്ട്, നമുക്ക് ഇരിക്കാൻ ധാരാളം ഇരിപ്പിടങ്ങളുണ്ട്. ചെടികൾ കൊണ്ട് പല രീതിയിൽ പല ഡിസൈനിൽ ചെടികൾ വെട്ടി നിർത്തി ലൈറ്റിൻ്റെ സെറ്റപ്പിൽ ഓരോ വെള്ളം കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ ഓരോ ഭംഗിക്കൊക്കെ അവർ ഓരോന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ രാത്രിയിലായിരിക്കും നമുക്ക് ഒന്നുകൂടെ ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നത്. നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു അകത്തേക്ക് കയറി ചെന്നപ്പോൾ കാണാനായിട്ട്
സാധിച്ചത്. ഒരുപാട് ഫാമിലി വരുന്നുണ്ട്, കപ്പിൾസ് ഉണ്ട്, അങ്ങനെ ഓരോരോ ആൾക്കാരുകളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡാമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടന്ന് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കുറച്ച് നേരം നമ്മൾ ഇരുന്നും നടന്നൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇവിടെ കയറി നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് എന്തായാലും വെർത്താണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതുപോലെ അതിൻ്റെ ഉള്ളിൽ നടന്ന് കാണാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. വള്ളത്തിൻ്റെ ഷേപ്പിൽ ഈ ചെടി ഇങ്ങനെ വെട്ടി നിർത്തിയേക്കാണ്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മുന്നോട്ട് ചെല്ലുമ്പം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിലെല്ലാം നടന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അതിൽ നടക്കുമായിരുന്നു. തൂക്കുപാലമുണ്ട്. പിന്നെ ഡാമിൻ്റെ ആ വശത്തൂടെ നടക്കുമ്പം ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. മുകളിൽ നിന്നുള്ള നമ്മൾ താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ അത് ഭയങ്കര ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ എന്തേലും കാഴ്ചകളൊക്കെ കണ്ട് അതിൽ എൻജോയ് ചെയ്ത് നടന്നു. അപ്പോൾ കുട്ടികളെയും കൊണ്ട് വരുന്നവർക്ക് പാർക്കുണ്ട്, അല്ലാതെ വരുന്നവർക്ക് റെസ്റ്റ് ചെയ്യാനും ഇരുന്ന് കാണാനും ഒരു വൈകുന്നേര സമയങ്ങളൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കിടിലൻ സ്പോട്ടായിട്ടാണ് എനിക്ക് ഈ വാഴാലി ഡാം തോന്നിയത്. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഇതൊക്കെ കണ്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. വാഴാനി ഡാമിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചെന്ന് പറയാനായിട്ട് പാർക്കുണ്ട്, പിന്നെ തൂക്കുപാലമുണ്ട്, പിന്നെ മെയിനായിട്ട് ഡാമാണ്. അപ്പോൾ ഇപ്പോൾ വെള്ളമുണ്ട്, അത്യാവശ്യം ചെറിയ ഡാമാണ്.
അപ്പോൾ തൃശ്ശൂരിലാണ് ഉള്ളത്. അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. ഒരു 1 ഡേ ട്രിപ്പ് പോകുമ്പം ഇതും കൂടെ ഒരു പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പോൾ ബൈ.